ദൈവം ഇല്ലെന്ന് മൂഢൻ അവൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവമുണ്ട് എന്നറിയുന്നതാണ്. വലിയ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന ഈ ബുദ്ധിയുടെ കണിക പോലുമില്ലാത്ത ചില പമ്പര വിഡ്ഢികൾ വന്നിരുന്നിട്ട് പറയും ദൈവമില്ല. പ്രകൃതിയിൽ തന്നെ ബിഗ് ബാങ്കിന് ശേഷം ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ്. ജീവൻ എങ്ങനെയൊക്കെയോ ഉണ്ടായി, അതിനുള്ള സാഹചര്യം എങ്ങനെയൊക്കെയോ ഉണ്ടായി. ഈ പറയുന്ന വിഡ്ഢികളെ നിങ്ങൾ ഒരിക്കലും ശ്രവിക്കരുത്. അവർക്ക് ഏതെങ്കിലും ജീവിതത്തിൽ ഒരു കാര്യം അവർ തെളിവായി കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇന്നേ വരെ കണ്ടണ്ട. അവരെ കൊണ്ട് സാധിക്കില്ല. ഒരു കാര്യവും തെളിയിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. ബിഗ് ബാങ്ക് തിയറി അതിനിപ്പോൾ ആരും എതിർക്കണമെന്നില്ല. ആ ബിഗ് ബാങ്ക് നടത്തിയതിന് പിന്നിലൊരു ശക്തിയുണ്ട്, അതാണ് സൃഷ്ടാവായ ദൈവം എന്ന് പറയാൻ മാത്രം അവർക്ക് ഭയങ്കര മടിയാണ്. അവർക്ക് ബിഗ് ബാങ്ക് ഉണ്ടായി, അതിൻ്റെ സാഹചര്യം എങ്ങനെ, അതെങ്ങനെ ഉരുവായി വന്നു. ഒരു സൃഷ്ടികർമ്മം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈനർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഉത്തരമില്ല. ഇവരുടെ ബുദ്ധി ഭയങ്കര. ഇവർക്ക് ഏതാണ്ട് ഈ യുക്തിവാദികൾക്ക് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ലോകത്തിൽ വലിയൊരു ബുദ്ധിയുള്ള മാതിരി അവരൊക്കെ അഭിനയവും പ്രകടനവും. അവരുടെ ഡയലോഗുകൾ കേട്ടണ്ട. ദൈവം ഉണ്ടെന്ന് പറയണവരൊക്കെ പമ്പര വിഡ്ഢികളാന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് ബുദ്ധി ചമയനാട് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അവർക്ക് എന്ത് ബുദ്ധിയുള്ളത്. ദൈവം ഉണ്ടെന്ന് പറയാനായിട്ട് അവർക്കും അറിയാം. അറിയാത്ത ഒരാളും ഈ പറയണ ഈ സാഹിത്യത്തിൻ്റെ ലോകത്തിലെ അഭ്രപാളികളിൽ വലിയ ബുദ്ധിരാക്ഷസനായി ചമഞ്ഞ് വന്നിട്ട് ദൈവം ഉണ്ട് എന്ന് പറയണ ആ ഒരു ഇതിന് എന്തൊക്കെയോ കുറവുകളുള്ള മാതിരി അവരൊക്കെ സംഭാഷണം. ലോകത്തിൽ 90% ജനങ്ങളും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, ഒരു രൂപത്തിലല്ലേ മറ്റൊരു രൂപത്തിൽ. ഈ ദൈവം ഇല്ല എന്ന് പറയണ ഈ യുക്തിവാദികളോ അല്ലെങ്കിൽ ബുദ്ധിരാക്ഷസന്മാരുണ്ടല്ലോ, എന്നിട്ട് അവർ കുറേ തിയറികൾ ഉണ്ടാക്കും. തിയറിക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാ? ഒരടിസ്ഥാനവും ഇല്ല. ബിഗ് ബാങ്ക് അവർക്ക് ഒന്നാം മിനിറ്റ് രണ്ടാമത്തെ വാക്കിനുണ്ട്. ബിഗ് ബാങ്ക് ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് ഇതൊക്കെ പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഊർജ്ജ പ്രവാഹത്തിൽ എന്തൊക്കെയാണ് അവരിരുന്ന് തള്ളെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ഡിസൈനർ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം തീർന്നു. അതിനവർ തയ്യാറാവില്ല. അവരുടെ ബുദ്ധിക്ക് കുറവ് വരെയായി. ഈ വക ആൾക്കാരൊന്നും ജീവിതത്തിൽ ഒരു വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്യരുത് കേട്ടാ. നമ്മുടെ മക്കളും വഴിതെറ്റി പോവും. മരണക്കിടക്കയിൽ കിടന്നിട്ട് ലാസ്റ്റായിട്ട് അഭയത്തിനായി കേഴുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണം മുന്നിൽ കണ്ടിട്ടുള്ളൊരു സാഹചര്യത്തിൽ മരണത്തിനായി മല്ലിടുന്നൊരു വ്യക്തി ദൈവത്തെ വിളിക്കും. ഞാനും കടന്നു വന്നിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് അത്. ആ സമയത്ത് ഈ ദൈവമില്ല എന്നൊക്കെ പറയണതൊക്കെ ആ സമയത്ത് ഇവനും ദൈവത്തെ വിളിച്ചു പോവും. കാരണം രക്ഷയ്ക്കായി പിന്നെ അവൻ ആരും ഉണ്ടായിരിക്കില്ല. അന്നായിരിക്കും അവൻ ദൈവത്തെ തിരിച്ചറിയുക. സൃഷ്ടിക്കാതെ എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടക്കുക? നമ്മളൊരു വീട് ഇപ്പോൾ ഏതെങ്കിലും ഇതുവരെ ചെല്ലാത്തൊരു ഗ്രഹത്തിലൊരു വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാൽ നടത്തിയ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഇത് തന്നെ ഉണ്ടായതല്ല, ഇത് ആരെങ്കിലും സൃഷ്ടിച്ചതാണെന്ന്. ഈ ലോകത്തിൽ നിന്ന് ലോകത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിനോടൊത്ത് കണക്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു ഡിസൈനർ ഉണ്ടെന്ന്. ഇത്തരം വേട്ടാവളിയന്മാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്, അവരുടെ വീഡിയോകൾ കേൾക്കരുത്.